തട്ടിപ്പ് പരിപാടിയാണ്. പഠിച്ചിട്ടില്ല, ഈ ജോലി ചെയ്യാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല. അതില്ലാതെ തട്ടിപ്പ് പരിപാടി ഗയാ ജില്ലയിലെ സുമിയ എന്ന ഗ്രാമത്തിലാണ് വാട്ടർ സൈക്കിൾ ഡയറി ഇപ്പോഴുള്ളത്. എനിക്ക് പിറകിൽ ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ ഡോക്ടറും അദ്ദേഹത്തിന്റെ ചെറിയ പരിശോധന കേന്ദ്രവുമാണ്. हेल्थ सेक्शन कैसे है? अच्छा है। वो गवर्नमेंट हॉस्पिटल नहीं है इधर? गवर्नमेंट है, जरा सा दूर पड़ता है ना। आप कितना साल इधर प्रैक्टिस कर रहे हैं? 2 साल से कर रहा हूँ। आपका MBBS कौन सा हॉस्पिटल है? MBBS हम लोग नहीं किए हैं, ऐसे प्रैक्टिस किए हैं। MBBS नहीं है. തട്ടിപ്പ് പരിപാടിയാണ്. പഠിച്ചിട്ടില്ല, ഈ ജോലി ചെയ്യാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല. അതില്ലാതെ തട്ടിപ്പ് പരിപാടി बारह चट्टी से पड़ता है। नो प्रॉब्लम. ये क्या क्या है? यही सब चलता है गांव में। और का हेड पैड है, ഇയർ ഡ്രോപ്സ്, ചെവിയിൽ ഒറ്റിക്കാനുള്ള പലതരം മരുന്നുണ്ട്. ഓ ക്യാ ഹേ? ഓ ഇഞ്ചക്ഷൻ ഒക്കെ വയറുവേദനക്കൊക്കെയുള്ള മരുന്നാന്ന് പറഞ്ഞിട്ട് കുത്തിവെക്കുന്ന സാധനമാണിത്. ഇതൊക്കെ എവിടെ? मेरा समझ के नहीं आती है। മലയാളം മലയാളം. आपका डॉक्टर कैसे है? ठीक है। आपका डॉक्टर कैसे है? ठीक है, ठीक है. दीदी, सरकारी हॉस्पिटल तक कितना दूर है? 11 किलोमीटर. डॉक्टर कैसे है हमारा? बहुत अच्छा. ഇന്നാട്ടിലെ ജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ അബൈ, അങ്ങനെയാണ് അദ്ദേഹം സ്വയമേ വിളിക്കുന്നത്, അയാൾ ജീവിച്ചു പോകുന്നത്, ഇവരെ മുതലെടുക്കുന്നത്. എന്തായാലും കേരളത്തിലാണ് എങ്കിൽ ഇങ്ങനെ ഒരു വ്യാജ ഡോക്ടർക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. മണിക്കൂറുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ അയാൾ പിടിക്കപ്പെടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ കഴിയുന്നതിന് കാരണം. വാട്ടർ സൈക്കിൾ ഡയറി ഇത്തരം കാഴ്ചകളുമായി ബീഹാറിലൂടെ യാത്ര തുടരുകയാണ്. നമുക്ക് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാം.